നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 31-ാം തീയതി ക്രൊയേഷ്യയെ നേരിടാനൊരുങ്ങുന്ന ബ്രസീലിന് വീണ്ടും ആശങ്ക. റാഫിഞ്ഞ ഇപ്പോൾ പരിക്കേറ്റ് പുറത്തായിരിക്കുകയാണല്ലോ. വെസ്ലി പരിക്കേറ്റ് പുറത്തായി. ഇപ്പോഴിതാ അതിന് പിന്നാലെ വിനി ജൂനിയർക്കും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ. ഇന്നത്തെ ദിവസം അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല. അദ്ദേഹം ഇന്ന് ലിംബ് ചെയ്യുന്നത് കാണാമായിരുന്നു. വീഡിയോകളിലൊക്കെ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കുകയാണ് കാർലോ അഞ്ചലോട്ടി ചെയ്തത്. അദ്ദേഹം ജിമ്മിൽ ട്രീറ്റ്മെൻറ്റിന് വിധേയനാവുകയാണ് ചെയ്തിരിക്കുന്നത്. ദി ഫോർവേഡ് ഈസ് എ ഡൗട്ട് ഫോർ ദി ഫ്രണ്ട്ലി മാച്ച് അഗെയിൻസ്റ്റ് ക്രൊയേഷ്യ ഓൺ ട്യൂസ്ഡേ എന്ന് ഇപ്പോൾ ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ചൊവ്വാഴ്ച നടക്കുന്ന ഫ്രണ്ട്ലി മത്സരത്തിന് അദ്ദേഹം കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. എങ്ങനെ പറഞ്ഞാൽ പിന്നെ ബ്രസീലിൻ്റെ മുന്നേറ്റ നിരക്ക് വമ്പൻ തിരിച്ചടിയാണ്. റാഫിഞ്ഞ ഇല്ല, വിനി ഇല്ല, അങ്ങനെ അവർക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതേസമയം ബ്രസീലിനൊരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് മാർക്കിഞ്ഞോസ് ഇപ്പോൾ ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ടീമിനോടൊപ്പം അദ്ദേഹം ഇന്ന് ട്രെയിനിങ് നടത്തി. ഫ്രാൻസിനെതിരെയുള്ള മത്സരം പരിക്ക് കാരണം നഷ്ടമായ താരമാണ്. ഇപ്പോൾ അദ്ദേഹം ഫിറ്റായിട്ട് മടങ്ങിയെത്തുന്നു എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം 31-ാം തീയതിയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1 പുലർച്ചെയാണ് അക്കളി നടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.